ഫെബ്രുവരി 28-ന് US-ഇസ്രായേൽ സൈനിക നടപടികൾ ആരംഭിച്ച ദിവസം ഇറാന്റെ തെക്കൻ ഹോർമോസ്ഗാൻ പ്രവിശ്യയിലെ മിനാബ് നഗരത്തിലെ ഷജറെ തൊയ്ബെ പ്രൈമറി സ്കൂൾ ആക്രമിക്കപ്പെട്ടു. ആക്രമണത്തിൽ 168 സ്കൂൾ കുട്ടികളുടെ ജീവൻ പൊലിഞ്ഞു. ഈ ദാരുണ സംഭവത്തിന്റെ ഓർമ്മയായാണ് മിനാബ് 168 എന്ന വിമാനത്തിൽ ആലേഖനം ചെയ്തിരുന്നത്. തെഹ്റാനിൽ നിന്ന് ബോർഡ് ചെയ്യുന്നതിന്റെ ചിത്രങ്ങളിൽ ഈ മാർക്കിംഗ് വ്യക്തമായി കാണാമായിരുന്നു. യുദ്ധത്തിന്റെ മാനസിക നഷ്ടം ലോകത്തെ ഓർമ്മിപ്പിക്കാനുള്ള ശക്തമായ നയതന്ത്ര സന്ദേശമായിരുന്നു ഇത്. മുൻപ് റഷ്യ, പാകിസ്ഥാൻ തുടങ്ങിയ സന്ദർശനങ്ങളിലും ഇറാൻ ഈ വിമാനം ഉപയോഗിച്ചിട്ടുണ്ട്. തങ്ങളുടെ നിരപരാധികളായ കുഞ്ഞുങ്ങളുടെ വിയോഗം ഒരു വലിയ രാഷ്ട്രീയ പ്രതിരോധമായി ഉയർത്തിക്കാട്ടുകയാണ് ഈ യാത്രയിലൂടെ ഇറാൻ ലക്ഷ്യമിടുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഡൽഹിയിൽ അബ്ബാസ് അറാക്ചി കൂടിക്കാഴ്ച നടത്തി. പശ്ചിമേഷ്യൻ യുദ്ധം ആരംഭിച്ചതിനു ശേഷം ഇരുവരും തമ്മിൽ നടത്തുന്ന ആദ്യത്തെ തന്ത്രപ്രധാന കൂടിക്കാഴ്ചയാണ് ഇത്. മെയ് 14-15 തീയതികളിൽ ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ചേർന്ന ബ്രിക്സ് വിദേശകാര്യ മന്ത്രിമാരുടെ സമ്മേളനത്തിലാണ് ഈ സുപ്രധാന ചർച്ച നടന്നത്. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതത്തിന്റെ സുരക്ഷ ഉറപ്പാക്കലും ആഗോള ഇന്ധന വിതരണ ശൃംഖല പുനഃസ്ഥാപിക്കലും ചർച്ചയിൽ പ്രധാന വിഷയമായി. സംഘർഷത്തെ തുടർന്ന് ഹോർമൂസ് കടലിടുക്ക് മാസങ്ങളായി അടഞ്ഞുകിടക്കുന്നത് ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ LPG ഇറക്കുമതിയെ കടുത്ത പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കളും ഈ നയതന്ത്ര ചർച്ചകളിൽ പങ്കാളികളായി.